വാർത്തകളിലേക്ക്. സ്വാശ്രയ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളും ഏറ്റെടുത്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി ഉപാധികളോടെ സ്റ്റേ ചെയ്തു. സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. നീറ്റ് ലിസ്റ്റിൽ നിന്നും മെറിറ്റ് അടിസ്ഥാനത്തിൽ വേണം പ്രവേശനം നൽകാനെന്നും സുതാര്യത ജെയിംസ് കമ്മിറ്റി ഉറപ്പാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി സാലിം മുഹമ്മദ് ചേർന്നു. സാലിം, വിവരങ്ങൾ. ഉപാധികളോടെയാണ് സ്വാശ്രയ മാനേജ്മെന്റിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചത്. പ്രവേശനം നീറ്റിൽ നിന്ന് മെറിറ്റ് അടിസ്ഥാനമാക്കി വേണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇക്കാര്യം ജെയിംസ് കമ്മിറ്റി ഉറപ്പാക്കണം. ജസ്റ്റിസ് കെ സുരേന്ദ്രബാബു, ജസ്റ്റിസ് മേരി ജോസഫ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഓൺലൈൻ വഴി വേണം അപേക്ഷ ക്ഷണിക്കാൻ. പ്രോസ്പെക്ടസും റാങ്ക് ലിസ്റ്റും മാനേജ്മെന്റുകൾ വെബ്സൈറ്റുകൾ വഴി പ്രസിദ്ധീകരിക്കണം. പ്രവേശന മേൽനോട്ട സമിതിയുടെ മുൻകൂർ അനുമതിയോടുകൂടി തന്നെ വേണം പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കാനെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപേക്ഷിച്ച എല്ലാവരുടെയും വിവരങ്ങൾ ജെയിംസ് കമ്മിറ്റിയെ അറിയിക്കണം. തലവരിപ്പണം വാങ്ങുന്നില്ലെന്ന് ജെയിംസ് കമ്മിറ്റി ഉറപ്പാക്കണം. സുതാര്യത ഉറപ്പാക്കാനാണ് ഉപാധികൾ പറഞ്ഞുകൊണ്ടാണ് കോടതി ഉത്തരവ് നൽകിയത്. ഏതായാലും സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മാനേജ്മെന്റുകൾക്ക് ഇനി സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്താനാവും. സാലിം മുഹമ്മദ് കൊച്ചിയിൽ നിന്നും. സ്വാശ്രയ പ്രവേശനം സംബന്ധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകില്ല. തിങ്കളാഴ്ച മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തും. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, ഈ വിഷയത്തിൽ സർക്കാരിന്റെ തീരുമാനം എന്താണ്? ഈ നിലവിലത്തെ ഒരു അവസ്ഥയിൽ ഈ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കേണ്ട എന്നൊരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കുട്ടികളുടെ ഭാവിയെ ബാധിക്കും. ഇത്തരത്തിൽ തുടർ നടപടിയുമായി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അലോട്ട്മെന്റ് നടപടികൾ ഇനിയും വൈകും എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഈ രീതിയിൽ സർക്കാർ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ തന്നെ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു നിലപാടുമായി മുന്നോട്ട് വന്നിരുന്നു. അവർ സർക്കാരുമായി ഏത് ദിവസവും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളൊരു നിലപാട് ആരോഗ്യമന്ത്രി കെ ശൈലജയെ വിളിച്ചറിയിക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തിങ്കളാഴ്ച മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷനുമായി ചർച്ച നടത്താനായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം നടപടികൾ വൈകിപ്പിക്കരുത്, സെപ്റ്റംബർ 30-നകം തന്നെ പൂർത്തിയാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ഹൈക്കോടതി വിധിക്കെതിരെ തുടർ നടപടികൾ സ്വീകരിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാതെ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷനുമായി ചർച്ച ചെയ്ത് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് സർക്കാർ നീങ്ങുന്നത് എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാശ്രയ മെഡിക്കൽ പ്രവേശന വിഷയത്തിൽ സർക്കാർ അപ്പീൽ പോകില്ല. തിങ്കളാഴ്ച മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തും. വിവരങ്ങളാണ് ഷീജ നൽകിയത്. ഹൈക്കോടതി വിധി സർക്കാരിന് തിരിച്ചടിയല്ലെന്ന് ആരോഗ്യമന്ത്രി. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. നല്ല സതുദ്ദേശത്തോടുകൂടി ജനങ്ങൾക്കാകെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് സർക്കാർ ചെയ്തത്. മുഴുവൻ സീറ്റിലും മെറിറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള മെറിറ്റോറിയസ് ആയിട്ട് തന്നെ അഡ്മിഷൻ നടക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ സർക്കാരിനുണ്ടായിരുന്നുള്ളൂ. അതിൽ മാനേജ്മെൻറ്റിനെ ദ്രോഹിക്കണമെന്നോ അല്ല മറ്റാരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കണമെന്നോ സർക്കാരിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. സർക്കാരെല്ലാം വളരെ പോസിറ്റീവായിട്ട് ജനങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ സാമൂഹ്യ നീതിക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത്. അതിനകത്ത് വേറെ ഒരു ഇൻട്രസ്റ്റും സർക്കാരിനില്ല. മഹാരാഷ്ട്രയിലെ ഹാജി അലി ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് കോടതി. മുംബൈ ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. ഏറെ വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമൊടുവിൽ മുംബൈയിലെ പ്രശസ്തമായ ഹാജി അലി ദർഗയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച് മുംബൈ ഹൈക്കോടതി വിധി നടപ്പാക്കി. സാമൂഹ്യ പ്രവർത്തകരുടെ പൊതു താൽപര്യ ഹർജി കണക്കിലെടുത്താണ് വിധി. ക്ഷേത്ര പ്രവേശനത്തിന് ലിംഗവിവേചനം പാടില്ലെന്ന ബോംബെ ഹൈക്കോടതി നിലപാടാണ് ഈ ഉത്തരവിലൂടെ ആവർത്തിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന അഹമ്മദ്നഗർ ശനി സിംഗാപൂർ ക്ഷേത്രത്തിലും നാസിക്കിലെ ത്രയംബകേശ്വർ ക്ഷേത്രത്തിലും സ്ത്രീ പ്രവേശനം സാധ്യമായത് തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിലുള്ള വനിതാ പ്രവർത്തകരുടെ പ്രക്ഷോഭത്തെ തുടർന്നാണ്. വിലക്കുകൾ മറികടന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ തൃപ്തി ദേശായിയും സംഘം ദർഗയിൽ പ്രവേശിച്ചിരുന്നു. മുസ്ലിം സംഘടനകളും ശിവസേനയും ഇടപെട്ട് ഈ നടപടിയെ തടഞ്ഞതും ഏറെ വിവാദമായിരുന്നു. സ്ത്രീകൾക്ക് ആരാധന നടത്തുവാനുള്ള സുരക്ഷയും ദർഗാ പ്രതിനിധികളോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ഹാജി അലി ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയ കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ. മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും MES പ്രസിഡന്റ് വ്യക്തമാക്കി. തൃശൂർ മാളയിൽ 5 വയസ്സുകാരന്റെ മുഖത്തുനിന്ന് നായ മാംസം കടിച്ചെടുത്തു. ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു സംഭവം. നായയുടെ ആക്രമണത്തിൽ 4 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 6 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊയ്യ പഞ്ചായത്തിലെ കഴഞ്ഞിത്തറ, കൃഷ്ണൻകോട്ട എന്നിവിടങ്ങളിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 6 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. കിഴഞ്ഞിത്തറ സ്വദേശി സജിമോന്റെ മകൻ ആയുഷിന്റെ മുഖത്തുനിന്ന് നായ മാംസം കടിച്ചെടുത്തു. വീടിന്റെ വാതുക്കെ തന്നെ നിൽക്കണായിരുന്നു. അപ്പോഴായിരുന്നു
ഈ പട്ടി ഓരോരുത്തരെ കടിച്ച് കൊച്ചിന് ചാടി എതിരെ വന്നായിരുന്നെന്ന് പറഞ്ഞ പട്ടി ചാടി വീണതാണ്. താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആയുസിന്റെ നില ഗുരുതരമായതോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആയുസിനൊപ്പം വിദ്യാർത്ഥികളായ ജെഫിൻ, അതുൽ എന്നിവർക്കും കഴിഞ്ഞിപ്പാറ പാലത്തിന് സമീപത്ത് വെച്ച് കടിയേറ്റു. പൊയ്യ സ്കൂളിലെ വിദ്യാർത്ഥിയായ അന്നയ്ക്ക് ട്യൂഷന് പോകുന്നതിനിടെയാണ് കടിയേറ്റത്. അംഗൻവാടി ഹെൽപ്പറായ ഗൌരി, ചേരമാൻതുരുത്തി സ്വദേശി തോമസ് എന്നിവർക്കും ഗുരുതര പരിക്കേറ്റു. ഇവരെയും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടികൾക്കുൾപ്പെടെ വ്യാപകമായി കടിയേറ്റതോടെ നാട്ടുകാർ തെരുവുനായയെ തല്ലിക്കൊന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മനേകാ ഗാന്ധിക്ക് മറുപടിയുമായി മന്ത്രി KT ജലീൽ. മനുഷ്യസ്നേഹമില്ലാത്തവർക്ക് എങ്ങനെ മൃഗസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമെന്ന് മന്ത്രി ചോദിച്ചു. വന്ധ്യംകരണം നടപ്പാക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റി. അത് സ്വയം വിമർശനമായി ഉൾക്കൊള്ളുന്നു. തെരുവുനായ്ക്കളെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. അല്ല, നമ്മൾ വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഈ കാര്യത്തിൽ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്വയം വിമർശന ബുദ്ധിയ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ, അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, അവരാണ് ഇക്കാര്യത്തിൽ താല്പര്യം കാണിക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് ഇനി വ്യക്തമായിട്ടുള്ളൊരു മോണിറ്ററിംഗ് ഉണ്ടാകും. നമ്മുടെ സമൂഹത്തിൽ വലിയ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും തെരുവ് നായ്ക്കളുടെ ശല്യം സൃഷ്ടിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് ഗൗരവപൂർവ്വം ആലോചിക്കുന്നത്. സ്റ്റെറിലൈസേഷൻ ശക്തിപ്പെടുത്തുക, ഈ വന്ധീകരണ പ്രക്രിയ ശക്തിപ്പെടുത്തുക, അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക. മനുഷ്യസ്നേഹം തന്നെ ഇല്ലാത്തവർ എങ്ങനെയാണ് ഈ മൃഗസ്നേഹത്തെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയുക? പ്രഥമമായി മനുഷ്യസ്നേഹമാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. അവിടെ നിന്നാണ് മൃഗസ്നേഹം പരിലസിച്ചു പോകുന്നത്. തെരുവുനായ പ്രശ്നത്തിൽ കൈരളി ന്യൂസ് ഓൺലൈൻ ജനാഭിപ്രായം സ്വരൂപിക്കുന്നു. നിങ്ങൾക്കും പ്രതികരിക്കാം. പ്രതികരണങ്ങൾ അറിയിക്കാൻ സന്ദർശിക്കുക www.kairaliNewsOnline.com. തിടമ്പ് നൃത്തം സാംസ്കാരിക ഘോഷയാത്രയിൽ അവതരിപ്പിച്ചതിൽ എന്താണ് തെറ്റെന്ന് P. ജയരാജൻ. എതിർപ്പുമായി രംഗത്തു വരുന്നത് യാഥാസ്ഥിതികരാണ്. നവോത്ഥാന മുന്നേറ്റങ്ങളെ എതിർക്കുന്നവരെ സാംസ്കാരികമായി നേരിടുമെന്നും P. ജയരാജൻ വ്യക്തമാക്കി. ആരുടെയും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പാർട്ടിയല്ല CPIM എന്നും ക്ഷേത്രകലകളായ വാദ്യവും സംഗീതവും കഥകളിയുമടക്കം പൊതുസമൂഹത്തിൽ വ്യാപകമായി നടത്തപ്പെട്ടിട്ടുണ്ടെന്നും CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. ബക്കളത്ത് സാംസ്കാരിക ഘോഷയാത്രയിൽ അവതരിപ്പിച്ച തിടമ്പിൽ വിഗ്രഹത്തിന്റെ രൂപം പോലുമില്ലായിരുന്നു. 1981 DYFI മൊറാഴ വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ച ഘോഷയാത്രയിലും മുൻപ് പെരുമ്പാവൂരിൽ SNDP ഘോഷയാത്രയിലും ദേശീയ ഗെയിംസ് വേദിയിലും തിടമ്പ് നൃത്തം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കടൽക്കടന്ന് ഖത്തറിലും വട്ടക്കുന്നിലെ തിടമ്പ് കലാകാരൻ നാരായണനും ഗവൺമെന്റിന്റെ ഉത്സവ പരിപാടിയിൽ ഗോവിന്ദൻ എന്ന കലാകാരൻ ഒറ്റത്തിടമ്പും ഇരട്ടത്തിടമ്പും അവതരിപ്പിച്ചിട്ടുണ്ട്. യാഥാസ്ഥിതികരാണ് തിടമ്പ് നൃത്തം ഘോഷയാത്രയിൽ അവതരിപ്പിച്ചതിനെ എതിർക്കുന്നത്. ആ യോഗക്ഷേമ സഭയുടെ ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്നത്, ഈ അയിത്തം ക്ഷേത്രത്തിലെ ആചാരമായിരുന്നല്ലോ, ഇന്ന് നടത്തുന്ന നവോത്ഥാന പ്രസ്ഥാനമാണ് CPM നേതൃത്വം കൊടുത്ത് നടക്കുന്നത്. നവോത്ഥാനം എന്ന് പറയുന്ന ഒരു തുടർ പ്രക്രിയയാണ്. മതഭീകരത, തീവ്രവാദം, മതഭ്രാന്ത് ഇതൊക്കെ ശക്തിപ്പെടുത്തുന്ന സമൂഹത്തിൽ അതിനെതിരായിട്ട് മതനിരപേക്ഷതയുടെ സന്ദേശം ഉയർത്താൻ മുന്നോട്ട് വരുന്നത് നവോത്ഥാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ എതിർപ്പ് ഞങ്ങൾ കാര്യമാക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഈ എതിർപ്പ് കാര്യമാക്കുന്നില്ല എന്ന് മാത്രമല്ല, എതിർപ്പുകാർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രചാരവേലയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അയ്യങ്കാളി ജയന്തി ദിനമായ ആഗസ്റ്റ് 28 വരെ മാത്രം പ്രചാരണം നടത്തി അവസാനിപ്പിക്കാനുള്ളതല്ല വർഗീയ വിരുദ്ധ പ്രവർത്തനമെന്നും ഈ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാവണമെന്നും P. ജയരാജൻ അഭ്യർത്ഥിച്ചു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വാർത്തകളിലേക്ക്. അടിമാലിയിൽ 9 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച അമ്മയെ പോലീസ് റിമാൻഡ് ചെയ്തു. ദേവികുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് 3 മാസം പ്രായമായ കുഞ്ഞിന് അമ്മയ്ക്കൊപ്പം കഴിയാമെന്നും കോടതി വ്യക്തമാക്കി. രാവിലെ ഇടുക്കി പൈനാവിലെ ഷെൽട്ടർ ഹോമിലെത്തിയാണ് സെലീനയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 3 മാസം പ്രായമുള്ള കുട്ടിയെയും സെലീന കൂടെ കൂട്ടി. മുലയൂട്ടുന്ന കുട്ടിയായതിനാൽ പോലീസ് സെലീനയെ എതിർത്തില്ല. തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച സെലീനയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് കൂമ്പൻപാറയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങി വകുപ്പുകൾ ചാർത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 3 മാസം പ്രായമുള്ള കുട്ടിയെ കൂടി കോടതിയിൽ ഹാജരാക്കാനുണ്ടായ സാഹചര്യവും പോലീസ് കോടതിക്ക് മുൻപാകെ വിശദീകരിച്ചു. ദേവികുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സെലീനയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുട്ടിയെയും അമ്മയ്ക്കൊപ്പം കഴിയാൻ കോടതി അനുവദിച്ചു. കേസിലെ മറ്റൊരു പ്രതിയായ പിതാവ് നസീർ ജയിലിലാണ്. ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ തീരുമാനം പിന്നീടുണ്ടാകും. അതേസമയം ആശുപത്രിയിൽ കഴിയുന്ന 9 വയസ്സുകാരന്റെ ആരോഗ്യസ്ഥിതിയിൽ
കാര്യമായ മാറ്റമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. KPCC സെക്രട്ടറിയും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ ജ്യോതികുമാർ ചാമക്കാല മാനേജരായ ആർക്കന്നൂർ B.Ed കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. വ്യാജരേഖകൾ ചമച്ച് ഇല്ലാത്ത ഭൂമി ഉണ്ടെന്നു കാട്ടിയാണ് കോളേജ് അഫിലിയേഷൻ നേടിയതെന്ന പ്രോ വൈസ് ചാൻസലറുടെ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് യോഗം അംഗീകരിച്ചു. സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചേക്കും. കോൺഗ്രസ് നേതാവും സിൻഡിക്കേറ്റ് അംഗവുമായ ജ്യോതികുമാർ ചാമക്കാല മാനേജരായ കൊല്ലം ഇളമാട് അർക്കന്നൂരിലെ സ്വാശ്രയ B.Ed കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാനാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചത്. ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമീപ കോളേജുകളിൽ അഡ്മിഷൻ നൽകും. വ്യാജരേഖകൾ ചമച്ച് അഫിലിയേഷൻ നേടിയ സംഭവം ക്രൈംബ്രാഞ്ചോ വിജിലൻസോ അന്വേഷിക്കണമെന്നും സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ജ്യോതികുമാറിനെതിരായ നടപടി ചർച്ചയ്ക്ക് വന്നപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മൗനം പാലിച്ചു. 2004 ഇളമാട് അർക്കന്നൂരിലെ സ്വാശ്രയ B.Ed കോളേജിനായി ട്രസ്റ്റ് അപേക്ഷ സമർപ്പിച്ചത്. B.Ed കോളേജ് തുടങ്ങാൻ 4 ഏക്കർ ആവശ്യമാണെന്നിരിക്കെ 1 ഏക്കർ 29 സെന്റ് മാത്രം കൈവശമുണ്ടായിരുന്ന ട്രസ്റ്റ് സമീപത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 3 ഏക്കർ കൂടി വ്യാജമായി ചേർത്താണ് അപേക്ഷിച്ചത്. സർവകലാശാലയെ കബളിപ്പിച്ചുകൊണ്ട് 2005 B.Ed കോളേജ് അഫിലിയേഷൻ നേടുകയും ചെയ്തു. പിന്നീട് അപേക്ഷയ്ക്കൊപ്പം കാട്ടിയിരുന്ന 3 ഏക്കർ മറച്ചു വിൽപ്പന നടത്തിയതായും രേഖ ചമച്ചു. ഈ കോളേജിന്റെ പേരിലാണ് ചാമക്കാല ആദ്യം സെനറ്റിലും സിൻഡിക്കേറ്റിലും എത്തുന്നത്. പരാതിയെ തുടർന്ന് പ്രോ വൈസ് ചാൻസലറിന്റെ അന്വേഷണത്തിൽ കോളേജിന്റെ പേരിലുണ്ടായിരുന്ന ഭൂമി മറച്ചുവിറ്റെന്നും കോളേജിന്റെ അംഗീകാരം റദ്ദാക്കാതിരിക്കാനാവില്ലെന്നും കണ്ടെത്തി. ചാമക്കാല സെനറ്റിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് നിയമവിരുദ്ധമാണെന്നും ഉടൻ പുറത്താക്കണമെന്നും റിപ്പോർട്ട് നൽകി. വൈസ് ചാൻസലർ റിപ്പോർട്ട് ശരിവെക്കുകയും ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച ചാമക്കാല സർവകലാശാല നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടെങ്കിലും കോടതി സ്റ്റേ അനുവദിച്ചില്ല. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുക്കട്ടെ എന്നും എടുക്കുന്ന തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കാനുമായിരുന്നു കോടതി ഉത്തരവിട്ടത്. എന്നാൽ UDF നിയന്ത്രണത്തിലുണ്ടായിരുന്ന സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കാതെ 1 വർഷത്തോളം നീട്ടിക്കൊണ്ടുപോയി. കോളേജിന്റെ അംഗീകാരം റദ്ദാക്കാൻ തീരുമാനിച്ചതോടെ മാനേജരായ ചാമക്കാലയുടെ സിൻഡിക്കേറ്റ് അംഗത്വവും റദ്ദാക്കപ്പെടും. KPCC സെക്രട്ടറി വ്യാജരേഖകൾ ചമച്ച് കോളേജ് സ്വന്തമാക്കിയെന്ന സിൻഡിക്കേറ്റിന്റെ കണ്ടെത്തൽ കോൺഗ്രസ് നേതൃത്വം ഇനി എങ്ങനെ വിശദീകരിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കാൻ നീക്കം. സഹകരണ ബാങ്കുകളും പ്രാഥമിക സംഘങ്ങളും വഴി ക്ഷേമ പെൻഷനുകൾ നേരിട്ട് വീട്ടിലെത്തി നൽകണമെന്നാണ് LDF സർക്കാരിന്റെ തീരുമാനം. ഇതിനു വിരുദ്ധമായി കോട്ടയം ജില്ലയിലെ വാകത്താനം, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലെ വാർഡ് കേന്ദ്രങ്ങൾ വഴിയും ബാങ്കിന്റെ ശാഖകൾ കേന്ദ്രീകരിച്ചുമാണ് പെൻഷൻ വിതരണം നടത്തുന്നത്. ഇതിനെതിരെ പ്രതിഷേധം വ്യാപകം. തിരുവനന്തപുരം പെരുമാതുറയിൽ ബോട്ട് മറിഞ്ഞ് ഒരാളെ കാണാതായി. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളിയെയാണ് കാണാതായത്. അപകടത്തിൽ നിന്ന് 17 പേർ രക്ഷപ്പെട്ടു. 2013-2014 സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച ചെറുകിട വ്യവസായിക്കുള്ള സംസ്ഥാന അവാർഡ് ഗുഡ് ബൈ സോപ്സ് ആൻഡ് കോസ്മെറ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ KP ഖാലിദ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി EP ജയരാജനിൽ നിന്നാണ് KP ഖാലിദ് അവാർഡ് ഏറ്റുവാങ്ങിയത്. ഗോഷൻ ലാൻഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 2 പുതിയ സംരംഭങ്ങൾക്ക് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഗോഷൻ ലാൻഡ് ഫുഡ് ആൻഡ് സ്പൈസസ്, ഗോഷൻ ലാൻഡ് സൂപ്പർ ഷോപ്പി എന്നീ പദ്ധതികളാണ് അവതരിപ്പിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് പൗഡറുകൾ, അച്ചാറുകൾ, ജാമുകൾ, സ്ക്വാഷുകൾ, മസാലകൾ തുടങ്ങി വൈവിധ്യമാർന്ന രുചി വിഭവങ്ങളാണ് ഫുഡ് ആൻഡ് സ്പൈസസ് വിഭാഗത്തിൽ പുറത്തിറക്കിയത്. സീരിയൽ താരം രേണുശ്രീ ഇവയുടെ വിപണനോദ്ഘാടനം നിർവഹിച്ചു. ഗോഷൻ ലാൻഡ് ഗ്രൂപ്പ് CEO മെജോ പുലിക്കോട്ടിൽ, ഫാദർ ആന്റണി, MLA KU അരുണൻ എന്നിവർ പങ്കെടുത്തു. ഓണത്തിന് മുൻപ് തന്നെ കയർ മേഖല വീണ്ടും സജീവമായി. മുടങ്ങിക്കിടന്ന പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ വിതരണം ചെയ്തതോടെ ഓണത്തെ വരവേൽക്കാൻ കയർ തൊഴിലാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിച്ച് കയർ മേഖലയെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കയർ വകുപ്പ് കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇതോടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് നിശ്ചലമായ കയർ മേഖല വീണ്ടും സജീവമായി. വലിയ സന്തോഷം. സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പെൻഷൻ തരുന്നതിന് വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ സർക്കാർ കുടിശ്ശിക വരുത്തിയ 40 കോടി രൂപയാണ് പെൻഷനായി വിതരണം ചെയ്യുന്നത്. പുതുതായി പെൻഷൻ അർഹത നേടിയ 1837 പേരടക്കം 65,974 പേർക്ക് പെൻഷൻ ലഭിക്കും. 6,200 രൂപ മുതൽ 10,400 രൂപ വരെയാണ് ലഭിക്കുക. ഇതോടൊപ്പം സംസ്ഥാനത്തെ 422 സംഘങ്ങൾക്ക് ഉൽപാദന വിപണന പ്രോത്സാഹനമായി 4.85 കോടിയും 25 സംഘങ്ങൾക്ക് 86 ലക്ഷം രൂപയും വിതരണം ചെയ്തു വരുന്നു.
കഴിഞ്ഞ ഓണക്കാലത്ത് പെൻഷൻ കുടിശ്ശിക പോലും ലഭിക്കാത്ത കയർ മേഖലയിൽ ഇത്തവണ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചതോടെ കയർപ്പിരി മേഖലയടക്കം ഉത്സവ ലഹരിയിലാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.